യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി നൽകാൻ സംഘടനയിലെ ഒരു വിഭാഗം. പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേമം ഷജീർ നിയമസഭയിലേക്ക് അനുഗമിച്ചതിനെതിരെയാണ് പരാതി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് പരാതി നൽകും. ഇന്നലെ ആ ചോദ്യം അങ്ങനെ വന്നിരുന്നു. അവിടെ ഇവിടെ നടക്കുന്ന ഒരാളുടെ കൂടെ അല്ല വന്നത്, പാർട്ടിയുടെ ഒരു നേതാവിന്റെ കൂടെ തന്നെയാണ് വന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടായിരുന്നു. സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, വീണ്ടും ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ ഷെഫീദിനോട് ചോദിച്ചാണ് എന്ന് പറഞ്ഞാൽ, അല്ല സലീമിനോട് തന്നെ ചോദിച്ചല്ലേ, ആരോട് ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത് രാഹുലിന്റെ സ്വന്തം തീരുമാനപ്രകാരമാണെന്ന് കരുതാൻ പറ്റില്ലല്ലോ. രാഹുൽ കൃത്യമായ കൺസൾട്ടേഷനിൽ ചില നേതാക്കളുടെയെങ്കിലും നിർദ്ദേശത്തോടെയും അനുവാദത്തോടെയും കൂടി തന്നെയാണ് സഭയിലേക്ക് വന്നത്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. അപ്പം അങ്ങനെ ആ നിർദ്ദേശം അവിടെ ഉണ്ടെങ്കിൽ നേമം ഷജീർ കൂടെ ഉണ്ടാവുന്നതിലും ആ അർത്ഥത്തിൽ പിഴവുണ്ടോ സലീം? ഹാഷ്മി, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വാർത്ത അത് നേമം ഷജീറിനെതിരെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പരാതി എന്ന് മാത്രമാണ്. പക്ഷേ ആ വിഷയത്തിൽ നടപടിയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഹാഷ്മി ഇപ്പോൾ ചോദിച്ചതുപോലെ, കാരണം KPCCയിലെ തന്നെ പ്രബലരായ കരുത്തരായ നേതാക്കളുടെയൊക്കെ മൗനാനുവാദത്തോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേമം ഷജീറിനോട് അനുഗമിക്കാൻ പറഞ്ഞതുപോലും ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ KPCC നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഭാരവാഹി യോഗത്തിൽ ഉൾപ്പെടെ അത്തരത്തിലൊരു അഭിപ്രായം വന്നിരുന്നു. നേമം ഷജീർ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടാണ് രാഹുലിനൊപ്പം എത്തിയത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും സംശയിക്കേണ്ട കാര്യമില്ല, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ KPCC അധ്യക്ഷനോട് തന്നെ ഇന്നലെ ചോദ്യം ചോദിച്ചപ്പോൾ നേമം ഷജീർ എന്തുകൊണ്ട് രാഹുലിനെ അനുഗമിച്ചു, അതിൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയാണ്. കാരണം MV രാഘവനോട് CPIM ചെയ്തതല്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസ് ചെയ്യുന്നത്. ആരെങ്കിലും സംസാരിക്കരുത് എന്നൊരു തീരുമാനം കോൺഗ്രസിനില്ല, ആരെങ്കിലും ഒപ്പം പോകരുത് എന്നൊരു തീരുമാനം കോൺഗ്രസിനില്ല എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നേമം ഷജീറിനെതിരെ എന്നല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും നടപടി ഇനി കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലും ഇപ്പോൾ തീരുമാനിച്ചതിനപ്പുറത്തേക്കുള്ള നടപടികൾ ഇനി കടുപ്പിക്കാനും ഇടയില്ല. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാതി പോകുന്നത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾക്കൊപ്പം അനുഗമിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ അധ്യക്ഷനാണ്. അതിൽ നടപടി വേണം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. KPCC അധ്യക്ഷനൊപ്പം തന്നെ അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ വിഷയത്തിൽ പരാതി നൽകും. ആ പരാതി സ്വീകരിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വേണം കണ്ടറിയാൻ. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന രണ്ട് ഗ്രൂപ്പുകളുടെ കൂടി പുതുതായി ഉദയം കൊള്ളുന്ന രണ്ട് ഗ്രൂപ്പുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയരുകയും ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ രാഹുൽ വിരുദ്ധ ചേരിയുടെ തലവനായി ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ആ നിലയിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ KPCC യോഗത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ രാഹുലിനുണ്ട്. അതിനിടയിൽ രാഹുൽ മണ്ഡലത്തിലേക്ക് സജീവമാകാനുള്ള നീക്കം കൂടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ റവന്യൂ മന്ത്രിക്ക് മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്തും നൽകിയിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.